welcome back to another episode of Vietnam Vlog with Snappy. Guys, ഇന്ന് നമ്മുടെ ഫോർത്ത് ഡേ ഓഫ് ആൻഡ് ലാസ്റ്റ് ഡേ ഓഫ് വിയറ്റ്നാം ആണ്. അങ്ങനെ വിയറ്റ്നാം സീരീസിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയത് പാണ ഹിൽസ്, വൺ ഓഫ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് കേബിൾ കാർ ഉള്ള സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷും ക്രൗഡഡും ആയിരുന്നു. റൂമിലുള്ള ഒരു സീനും എടുക്കാൻ പറ്റിയില്ല, കാരണം സ്പോട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് വ്ളോഗിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരിക. ആൻഡ് നമുക്ക് ഇന്ന് പുതിയൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സീ ലെവലിൽ നിന്നൊരു 1500 ഹൈറ്റ് എബവ് ആയിരുന്നു സൺവേൾഡ് ബാണ ഹിൽസ് സിറ്റുവേറ്റ് ചെയ്തത്. സോ ഇങ്ങനെ എസ്കലേറ്റേഴ്സ് ആൻഡ് സ്റ്റെപ്സൊക്കെ അവിടെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2018 വേൾഡ് ടോപ്പ് 10 ഡെസ്റ്റിനേഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത ആണ് സൺവേൾഡ് ബാണ ഹിൽസ്. ആൻഡ് നമ്മളിങ്ങനെ ക്യൂ ഒക്കെ നിന്ന് പോകുമ്പോൾ അവിടെ സൈഡിൽ നിന്ന് കേബിൾ കാറൊക്കെ പോകുന്നത് കണ്ടു. ആൻഡ് പുഴ ഡാമിന് ശേഷം കയറുന്ന അടുത്ത കേബിൾ കാറാണ്. ദാറ്റ്സ് ടു ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയ ലോങ്ങസ്റ്റ് കേബിൾ കാറിലാണ് പോകാൻ പോകുന്നത്. പേടിയൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഇവിടുത്തെ സിസ്റ്റമൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആവും എന്നുള്ളൊരു ട്രസ്റ്റിൽ നമ്മൾ കയറി പോകുന്നു. ആൻഡ് നമ്മുടെ കൂടെ കയറിയ ഫാമിലി വന്നിട്ട് ഗൗരി കൃഷ്ണ ആൻഡ് ഫാമിലി, അതായത് കൊച്ചുകുട്ടി അവരുടെ ഫാമിലി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആൻഡ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ നല്ല കംഫർട്ടബിൾ ആയുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു. നല്ല അടിപൊളി സീനറി, താഴെ കുറേ വാട്ടർഫോൾസ്, ഫുള്ള് ഗ്രീനറി ആയിട്ട് നല്ല സെറ്റ് വ്യൂവും ഇതായിരുന്നു. സീനറിയൊക്കെ കണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് താഴെ നോക്കുമ്പോൾ ടെൻഷൻ ആവാൻ തുടങ്ങും. ഇതറ്റം പൊട്ടി വീണ എന്തായിരിക്കും. താഴെയാണെങ്കിൽ പാറക്കല്ലും വെള്ളവും കാടും ഒക്കെയാണ്. ആൻഡ് മേലെ എത്തുമ്പോഴത്തേക്ക് ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോൾഡ്, അതായത് ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫുള്ള്. നല്ല എൻജോയ് ചെയ്തൊരു നല്ല നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു 15 മിനിറ്റ് ആയിരുന്നു. ആൻഡ് നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്രഞ്ച് വില്ലേജിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല ഫ്രഞ്ച് ടച്ചുള്ള ഫ്രഞ്ച് ആർക്കിടെക്ചേഴ്സ് ആയിരുന്നു, ബിൽഡിങ്സ്, നല്ലൊരു ഫോട്ടോജനിക് പ്ലേസിലൂടെ പോയത്. ആൻഡ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റാണ് ഗോൾഡൻ ബ്രിഡ്ജ്. അതായത് രണ്ട് ജൈൻറ്റ് ഹാൻഡ്സ് വെച്ച് കണക്ട് ചെയ്തൊരു ബ്രിഡ്ജാണ്. അതായത് ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റും, അതേപോലെ ഈ കേബിൾ കാർസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹാൻഡ് വന്നിട്ട് ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ പാസേജിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 10 ഔട്ട് ഓഫ് 10. നല്ല ഫീൽ ഗുഡ് വൈബും സ്ഥലമായിരുന്നു. ഒറ്റൊരു പ്രശ്നമുള്ള ഫുള്ള് ക്രൗഡഡ് ആയിരുന്നു, നല്ല ആളും തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഒറ്റയ്ക്ക് സിംഗിളായിട്ടുള്ളൊരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോരുത്തർ നിറഞ്ഞു നിൽക്കും. അതിന് ചെറുതായി മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ആൻഡ് ഫുഡ് കഴിക്കാനുള്ള സമയമായി. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നമ്മുടെ ലഞ്ച് ഹാളിലോട്ടേക്ക് പോയി. ഒരു ഗ്രാൻഡ് ബുഫേ തന്നെയായിരുന്നു അവിടെ പ്രൊവൈഡ് ചെയ്തത്. വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് ഫുഡും ഡിഷസും ആയിരുന്നു. സോ എല്ലാം അടിപൊളി, ഒന്നിനൊന്ന് കൊള്ളാം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുകയാണ് ഗായ്സ്. അച്ഛൻ പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഒരു വ്യത്യസ്തമായ ഫുഡുകളായിരുന്നു, ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. എല്ലാവിധ വെജായാലും നോൺ വെജായാലും അതിൻ്റെ വിവിധ തരത്തിലുള്ള ഫുഡുകൾ ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. പാറുക്കുട്ടി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പാറുക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞെടുക്കൂ. പറ. സൂപ്പർ ആയിരുന്നോ?
കോസ്റ്ററിൽ കയറാൻ പോവുകയാണ്. Are you guys ready? Yeah, ready. അമ്മ ചേച്ചി ഓക്കെ ലെറ്റ്സ് എടുക്കാൻ പറ്റുമോ അറിയില്ല, ബട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ കോസ്റ്ററിൽ കയറിയിട്ട് കാണാം. നമ്മൾ വ്യൂ പോവേണ്ടത് 5 മിനിറ്റ് ഡ്യൂറേഷൻ. റോളർ കോസ്റ്റർ അടിപൊളി, ഇനി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ചേച്ചിയാണ് ഫുള്ള് കൺട്രോൾ ചെയ്തത്. സോ റോളർ കോസ്റ്ററിൻ്റെ ഫോട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ കിട്ടിയത്, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് ബിയർ പ്ലാസയാ. ഈ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഫ്രീ കൂപ്പൺ ക്ലെയിം ചെയ്യാൻ പോവുകയാണ്. ഡോണ്ട് വറി വി ആർ ഹാപ്പിയിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ബ്രൂവറി കാണാം. ആൻഡ് ഫുള്ളി ഓട്ടോമേറ്റഡ് ചെയ്ത ഒരു വിയറ്റ്നാമിലെ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ബ്രൂവറിയാണിത്. ആൻഡ് നല്ല വൺ ഓഫ് ദ ഫൈനസ്റ്റ് ബിയറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഹലോ മാഡം. ദിവസം കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ പോവുകയാണ് തിരിച്ച്. നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ഹാപ്പി. പോവുകയാണ്. ശേഷം അവിടെയുള്ള പൂളിലൊക്കെ ഇറങ്ങി ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു. ആൻഡ് നല്ല റിലാക്സിങ് ആവാൻ വേണ്ടിയിട്ട് രാത്രി നൈറ്റ് നമ്മൾ അടുത്തുള്ള ഒരു സ്പാ സെൻറ്ററിൽ പോയി, അരിയ സ്പാ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫുൾ ബോഡി മസാജിങ്ങും നല്ലൊരു റിലാക്സിങ് ആൻഡ് ഫുൾ ടയേർഡ്നെസ് മാറി കിട്ടിയ ആ സ്പാക്ക് ശേഷം. വിയറ്റ്നാം നമ്മുടെ 5 days 4 nights ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ. സോ റൂം ഫുൾ അലങ്കോല കിട്ടുകയാണ്. ഫൈനലി നമ്മൾ നമ്മുടെ ട്രിപ്പ് അവസാനിക്കാനുള്ള ടൈമിലോട്ടേക്ക് എത്തിയിരിക്കുന്നു. 2 ഫ്ലൈറ്റ് മാറി കയറണം. ഫസ്റ്റ് വന്നിട്ട് ദനാങ്ങിൽ നിന്ന് ഹോച്ചിമിനിലോട്ടേക്കും അവിടെ നിന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്കുമാണ്. സോ നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ ടൈം 1:30 ആയി ടൈം. സോ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ച് ബർഗർ കിങ്ങിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫ്ലൈറ്റ് കയറി ഹോച്ചിമിൻ സിറ്റിയിലോട്ടേക്ക് പോവുക. സോ 1 hour ഫ്ലൈറ്റാണ്. 1 hour ഫ്ലൈറ്റിന് ശേഷം നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലേ ഓവർ പോലെ കുറച്ച് നേരം അവിടെ നിന്ന് കൊച്ചിയിലോട്ടേക്ക് 5.5 hours എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അബ്രോഡ് വല്ലതും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദെൻ വിയറ്റ്നാം ഇസ് എ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. നമ്മൾ ഫ്ലൈറ്റ് കയറുകയാണ്. നമ്മൾ പോവുകയാണ് കാർ